സംസ്ഥാനത്തെ ആദിവാസി വിഭാഗത്തെ ലഹരിമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് കൊച്ചി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന തൂഫാൻ തമ്പി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൂഫാൻ അമൃത സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ ആദിവാസി സമൂഹത്തെ ലഹരിയിൽ നിന്ന് മുക്തരാക്കുന്നതിനായി കൊച്ചി അമൃത ആശുപത്രി തുടക്കമിടുന്ന പദ്ധതിയാണ് തൂഫാൻ തമ്പി. ട്രൈബൽ ഹെൽത്ത് കെയർ അവയർനെസ് ആൻഡ് മെഡിക്കൽ പ്രോഗ്രാം ഇനിഷ്യേറ്റീവ് എന്നാണ് പദ്ധതിയുടെ പൂർണ്ണനാമം. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ സമഗ്ര ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ തമ്പി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുകയും വാരിയേഴ്സിനുള്ള ബാഡ്ജ് വിതരണവും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയ സ്ഥാപനമാണ് കൊച്ചി അമൃത ആശുപത്രിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു. തൂഫാൻ തമ്പി പദ്ധതി ഏറെ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വിസ്മയകരമായ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. അതേ തുടർന്നാണ് മറ്റ് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ കൊച്ചിയിലും കേരളത്തിലും സ്ഥാപിതമായത്. ആരോഗ്യ രംഗത്ത് വൻപിച്ച മാറ്റം സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ആയുർദൈർഘ്യം കേരളത്തിൽ വളരെ കൂടുതലാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം ആദിവാസി ഉന്നതികളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ കൊച്ചി അമൃത ആശുപത്രി നടത്തിവരുന്നുണ്ടെന്ന് തൂഫാൻ തമ്പിയുടെ കോർഡിനേറ്റർ ഡോക്ടർ സി ശ്രീകുമാർ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ട്രൈബൽ ഹെൽത്ത് ആൻഡ് റിസർച്ച് യൂണിറ്റ് ഇങ്ങനെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്ന ഏക മെഡിക്കൽ കോളേജാണ് നമ്മുടേത്. HSRന്റെ ഹെൽത്ത് സയൻസ് റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ നിർദ്ദേശപ്രകാരം വനവാസി ഉന്നതികളിൽ അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ചെക്കപ്പുകളും ഇപ്പോൾ തന്നെ നടത്തി വരുന്നുണ്ട്. വയനാട്, അട്ടപ്പാടി, ഇടുക്കി തുടങ്ങിയ മേഖലകളിൽ ഇത്തരം ക്യാമ്പുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ട്രൈബൽ ആശുപത്രികൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് നമ്മളിപ്പോൾ ഈ പരിപാടികൾ നടത്തി വരുന്നത്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൂഫാൻ അമൃത സോഫ്റ്റ്വെയർ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.